മക്കളെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കുറച്ച് നല്ല കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നാടൻ സ്റ്റൈലിൽ പുരട്ടിയെടുക്കാം. നല്ല കടൽ ഞണ്ടാണ്. നമുക്ക് നമ്മൾ 3-4 വെള്ളം നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതിനെ വൃത്തിയാക്കി എടുക്കാം. നല്ല രീതിയിൽ ഒരു 4-5 വെള്ളം നമ്മൾ കഴുകിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നാലഞ്ച് വെള്ളം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. അടുപ്പ് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടുത്തിന് നമുക്ക് ഇഞ്ചിയും പച്ചവെള്ളം വേണം. പച്ചവെള്ളം നമ്മൾ കുറച്ചേർത്തുള്ളൂ, കാരണം മുളക് കൂടിയാണ് കൂടുതൽ ചേർക്കുന്നത്. നമുക്ക് ഇത്രയും ചേർക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്നതിന് ശേഷം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുള്ളൂ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടുതലായ പുളിപ്പായി പോകും, അതുകൊണ്ട് നമ്മൾ തക്കാളി കുറച്ച് നല്ല പുക ഉണ്ടല്ലേ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം പറയാനായിട്ട് ആളിവിടെ നിൽപ്പുണ്ട്, എല്ലാം പറഞ്ഞോളൂ. ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അല്ലേ? മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആള് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളെ മെന്നുകുട്ടി എല്ലാം പറയുകയാണ് പൊടിച്ചത്. ഗ്രാമ്പ്, ഏലം, തക്കോലം എന്നിവ പൊടിച്ച മസാല ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഞണ്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഇതിൽ നിന്ന് തന്നെ ഊറി വന്നോളൂ. അടച്ചു വയ്ക്കാം. ഇതിന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് ഇതിൽ ഊറി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതിൽ നിന്ന് വന്ന വെള്ളമാണിത്. അല്പം ഇവിടെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ല രീതിയിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. അല്പം വെള്ളമില്ല. നല്ല ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കുറുകി ഇതിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളം അല്പം ഇല്ലാതിരിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് പുരട്ടി എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കോരി മാറ്റാം. കുറച്ച് നാടൻ കരിവേപ്പിലയും കൂടെ ഇതിൽ വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് മക്കളെ? നമ്മളെ മോള് സൂപ്പർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞണ്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.